24/2/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ ആത്മീയ ഹോസ്പിറ്റൽ നിങ്ങളെ പകുതി കൽപ്പത്തേക്ക് എവർ ഹെൽത്തി ആക്കുന്ന ഒന്നാണ്. ഇവിടെ നിങ്ങൾ ദേഹി അഭിമാനിയായി ഇരിക്കൂ. ചോദ്യം: തൊഴിലും മറ്റും ചെയ്യുമ്പോഴും ഏതൊരു ഡയറക്ഷൻ ബുദ്ധിയിൽ ഓർമ്മ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഉത്തരം: ബാബയുടെ ഡയറക്ഷനാണ്. നിങ്ങൾ ഏതെങ്കിലും സാകാരത്തെയോ ആകാരത്തെയോ ഓർമ്മിക്കാതിരിക്കൂ. ഒരു ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കട്ടെ, അപ്പോൾ വികർമ്മം വിനാശമാകും. ഇതിൽ ഒഴിവു സമയമില്ല എന്ന് ആർക്കും തന്നെ പറയുവാനാകില്ല. എല്ലാം ചെയ്തുകൊണ്ടും ഓർമ്മയിൽ ഇരിക്കുവാൻ കഴിയും. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് ബാബയുടെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗിന് ശേഷം കുട്ടികളോട് പറയുന്നു, ബാബയെ ഓർമ്മിക്കൂ. ഹേ പതീത പാവന, വന്ന് പാവനമാക്കൂ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബാബ ആദ്യമേ തന്നെ പറയുന്നു, ആത്മീയ പിതാവിനെ ഓർമ്മിക്കൂ. സർവരുടെയും ആത്മീയ പിതാവ് ഒന്നു തന്നെയാണ്. ഫാദറിനെ ഒരിക്കലും സർവവ്യാപിയായി കണക്കാക്കാറില്ല. അപ്പോൾ എത്ര സാധിക്കുമോ കുട്ടികൾ ആദ്യം ബാബയെ ഓർമ്മിക്കൂ. ഒരു ബാബയെ അല്ലാതെ ഏതെങ്കിലും സാകാരത്തെയോ ആകാരത്തെയോ ഓർമ്മിക്കേണ്ടതില്ല. ഇത് തീർത്തും സഹജമാണല്ലോ. മനുഷ്യർ പറയുന്നു, നമ്മൾ ബിസിയായിരിക്കുന്നു, ഒഴിവ് സമയമില്ല എന്ന്. പക്ഷേ ഇതിൽ ഒഴിവ് സമയം സദാ ഉണ്ട്. ബാബ യുക്തി പറഞ്ഞു തരുന്നു. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് നമ്മുടെ പാപം ഭസ്മമാകുന്നത് എന്നത് അറിയുന്നുണ്ട്. മുഖ്യമായ കാര്യം ഇതാണ്. തൊഴിലും മറ്റും വിലക്കുന്നില്ല. ഇവയെല്ലാം ചെയ്തുകൊണ്ടും കേവലം ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ വികർമ്മം വിനാശമാകട്ടെ. നമ്മൾ പതീതമാണ് എന്നത് മനസ്സിലാക്കുന്നുണ്ട്. സാധു സന്യാസിമാർ, ഋഷി മുനിമാർ തുടങ്ങിയവരെല്ലാം സാധന ചെയ്യുന്നു. സാധന ചെയ്യുന്നത് ഭഗവാനുമായി കണ്ടുമുട്ടുന്നതിന് വേണ്ടിയാണ്. അതാകട്ടെ ആ ഒന്നിൻ്റെ പരിചയം ഇല്ലാത്തതുവരെയും കണ്ടുമുട്ടുക സാധ്യമല്ല. നിങ്ങൾ അറിയുന്നുണ്ട്, ബാബയുടെ പരിചയം ലോകത്തിൽ ആർക്കുമില്ല. ദേഹത്തിൻ്റെ പരിചയം എല്ലാവർക്കുമുണ്ട്. വലിയ വസ്തുവിൻ്റെ പരിചയം ഉടനെ ഉണ്ടാകുന്നു. ആത്മാവിൻ്റെ പരിചയം ബാബ വരുമ്പോഴാണ് മനസ്സിലാക്കിക്കുന്നത്. ആത്മാവും ശരീരവും രണ്ട് വസ്തുക്കളാണ്. ആത്മാവ് ഒരു സ്റ്റാറാണ്, വളരെ സൂക്ഷ്മമാണ്. അതിനെ ആർക്കും കാണുവാൻ സാധിക്കില്ല. ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ ദേഹി അഭിമാനിയായി ഇരിക്കണം. ഇതും ഒരു ഹോസ്പിറ്റലാണല്ലോ. പകുതി കൽപ്പത്തേക്ക് എവർ ഹെൽത്തി ആകുന്നതിനു വേണ്ടി. ആത്മാവാണെങ്കിൽ അവിനാശിയാണ്, ഒരിക്കലും വിനാശമാകുന്നില്ല. ആത്മാവിന് തന്നെയാണ് മുഴുവൻ പാർട്ടും ഉള്ളത്. ആത്മാവ് പറയുന്നു, ഞാൻ ഒരിക്കലും നശിക്കുന്നില്ല. ഇത്രയും ആത്മാക്കളെല്ലാം അവിനാശിയാണ്, ശരീരം വിനാശിയാണ്. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ ഇതുണ്ട്, ഞാൻ ആത്മാവ് അവിനാശിയാണ്. നമ്മൾ 84 ജന്മങ്ങൾ എടുക്കുന്നു. ഇത് ഡ്രാമയാണ്. ഇതിൽ ധർമ്മസ്ഥാപകർ ആരെല്ലാം എപ്പോൾ വരുന്നു, എത്ര ജന്മം എടുക്കുന്നുണ്ടാകും, ഇത് അറിയുന്നുണ്ട്. 84 ജന്മം എന്ന് പാടപ്പെടുന്നു. തീർച്ചയായും ഏതെങ്കിലും ഒരു ധർമ്മത്തിൻ്റേതായിരിക്കും. എല്ലാവർക്കും ഉണ്ടാവുക സാധ്യമല്ല. എല്ലാ ധർമ്മങ്ങളും ഒരുമിച്ച് വരുന്നില്ല. നമ്മൾ എന്തിന് മറ്റുള്ളവരുടെ കണക്കിരുന്ന് എടുക്കണം? ഇന്ന സമയത്ത് ധർമ്മം സ്ഥാപിക്കുവാൻ വരുന്നു എന്നത് അറിയുന്നുണ്ട്. പിന്നെ അതിൻ്റെ അഭിവൃദ്ധി ഉണ്ടാകുന്നു. എല്ലാവരും സതോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനം ആവുക തന്നെ വേണം. ലോകം എപ്പോഴാണോ തമോ പ്രധാനമാകുന്നത്, അപ്പോൾ പിന്നെ ബാബ വന്ന് സതോ പ്രധാന സത്യുഗം ആക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ ഭാരതവാസികൾ തന്നെയാണ് വീണ്ടും പുതിയ ലോകത്തിൽ വന്ന് രാജ്യം ഭരിക്കുന്നത്. മറ്റൊരു ധർമ്മവും ഉണ്ടായിരിക്കില്ല. കുട്ടികളായ നിങ്ങളും
ആർക്കാണോ ഉയർന്ന പദവി നേടേണ്ടത് അവർ കൂടുതൽ ഓർമ്മയിലിരിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു, സമാചാരവും എഴുതുന്നു. ബാബ, നമ്മൾ ഇത്ര സമയം ഓർമ്മയിലിരിക്കുന്നു. ചിലരാണെങ്കിൽ പൂർണ്ണമായും സമാചാരം ലജ്ജ കാരണം നൽകുന്നില്ല. ബാബ എന്തു പറയും എന്ന് വിചാരിക്കുന്നു. പക്ഷേ അറിയാൻ കഴിയുന്നുവല്ലോ. സ്കൂളിൽ ടീച്ചർ സ്റ്റുഡൻറ്റിനോട് പറയില്ലേ, നിങ്ങൾ അഥവാ പഠിക്കുകയില്ലെങ്കിൽ ഫെയിലായി പോകും എന്ന്. ലൗകിക മാതാപിതാക്കളും കുട്ടികളുടെ പഠനത്തിലൂടെ മനസ്സിലാക്കുന്നു. ഇതാണെങ്കിൽ വളരെ വലിയ സ്കൂളാണ്, ഇവിടെ നമ്പർ അനുസരിച്ച് ഇരുത്തപ്പെടുന്നില്ല. ബുദ്ധിയിലൂടെ മനസ്സിലാക്കുന്നു. നമ്പർ വൈസ് ആയിരിക്കുക തന്നെ ചെയ്യുമല്ലോ. ഇപ്പോൾ ബാബ നല്ല നല്ല കുട്ടികളെ ചിലയിടങ്ങളിൽ അയക്കുന്നു. അവർ പിന്നെ പോകുന്നു. അപ്പോൾ മറ്റുള്ളവർ എഴുതുന്നു, നമുക്ക് മഹാരഥിയെ വേണം. അപ്പോൾ നമ്മളെക്കാൾ അവർ സമർത്ഥരും പ്രസിദ്ധരുമാണ് എന്ന് തീർച്ചയായും മനസ്സിലാക്കുന്നു. നമ്പർ വൈസ് ആണല്ലോ. എക്സിബിഷനിലും അനേകം പ്രകാരത്തിലുള്ളവർ വരുന്നു. അപ്പോൾ ഗൈഡ്സും പരിശോധന നടത്തുന്നതിനു വേണ്ടി നിൽക്കേണ്ടത് ആവശ്യമാണ്. ഇത് ഏത് പ്രകാരത്തിലുള്ള വ്യക്തിയാണ് എന്ന് സ്വീകരിക്കുന്നവർക്ക് അറിയാം. അവർ പിന്നെ സൂചന കൊടുക്കണം, ഇന്നയാൾക്ക് നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കൂ. നിങ്ങൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് എല്ലാം ഉണ്ട്. ഇവിടെയാണെങ്കിൽ എല്ലാവരുടെയും സർവീസ് ചെയ്യുക തന്നെ വേണം. ഏതെങ്കിലും വലിയ വ്യക്തി ഉണ്ടെങ്കിൽ തീർച്ചയായും വലിയ വ്യക്തികളെ എല്ലാവരും സൽക്കരിക്കുക തന്നെ ചെയ്യുന്നു. ഇത് നിയമമാണ്. ബാബ അഥവാ ടീച്ചർ ക്ലാസ്സിൽ കുട്ടികളുടെ മഹിമ ചെയ്യുന്നു. ഇതും ഏറ്റവും വലിയ സൽക്കാരമാണ്. പേര് വരുത്തുന്ന കുട്ടികളുടെ മഹിമ അഥവാ സൽക്കാരം ചെയ്യപ്പെടുന്നു. ഇന്നയാൾ ധനവാനാണ്, റിലീജിയസ് മൈൻഡഡ് ആണ്. ഇതും സൽക്കാരമാണല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതറിയാം, ഉയർന്നതിലും ഉയർന്നത് ഭഗവാനാണ്. തീർച്ചയായും ഉയർന്നതിലും ഉയർന്നതാണ് എന്ന് പറയുന്നുമുണ്ട്. എന്നാൽ ആ ഒന്നിൻ്റെ ബയോഗ്രഫി പറയൂ എന്ന് പറഞ്ഞാൽ അവർ പറയും സർവവ്യാപിയാണ് എന്ന്. കഴിഞ്ഞു, പൂർണ്ണമായും താഴ്ത്തുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും, ഏറ്റവും ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ. ആ ഒന്ന് മൂലവതനവാസിയാണ്. സൂക്ഷ്മവതനത്തിൽ ദേവതമാർ ആണുള്ളത്. ഇവിടെ വസിക്കുന്നത് മനുഷ്യരാണ്. ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ ആ നിരാകാരനാണ്. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ വജ്രതുല്യമായിരുന്നു, പിന്നെ കവടി തുല്യം ആയിരിക്കുകയാണ്. പിന്നെ ഭഗവാനെ തന്നേക്കാളും കൂടുതൽ താഴേക്ക് കൊണ്ടുപോയി. തിരിച്ചറിയുന്നതേയില്ല. ഭാരതവാസികളായ നിങ്ങൾക്ക് തന്നെയാണ് തിരിച്ചറിവ് ലഭിക്കുന്നത്. പിന്നെ തിരിച്ചറിവ് കുറഞ്ഞു പോകുന്നു. ഇപ്പോൾ നിങ്ങൾ ബാബയുടെ തിരിച്ചറിവ് എല്ലാവർക്കും നൽകുന്നു. അനേകർക്ക് ബാബയുടെ തിരിച്ചറിവ് ലഭിക്കും. നിങ്ങളുടെ മുഖ്യ ചിത്രം തന്നെ ഈ ത്രിമൂർത്തി, ഗോളം, വൃക്ഷം എന്നിവയാണ്. ഇതിൽ എത്ര പ്രകാശമുണ്ട്! ഈ ലക്ഷ്മി നാരായണൻ സത്യയുഗത്തിൻ്റെ അധികാരിയായിരുന്നു എന്നത് ആരും പറയും. ശരി, സത്യയുഗത്തിന് മുമ്പേ എന്തായിരുന്നു? ഇതും ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്. ഇപ്പോൾ കലിയുഗത്തിൻ്റെ അന്തിമമാണ്. പ്രജയുടെ മേൽ പ്രജയുടെ രാജ്യവുമാണ്. ഇപ്പോൾ രാജപദമേ ഇല്ല. എത്ര വ്യത്യാസമുണ്ട്! സത്യയുഗത്തിൻ്റെ ആദിയിൽ രാജാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ കലിയുഗത്തിലും രാജാക്കന്മാരുണ്ട്. അവരാരും പാവനമല്ല. എന്നാൽ ചിലർ പൈസ കൊടുത്തും ടൈറ്റിൽസ് വാങ്ങുന്നു. മഹാരാജാവായി ആരുമില്ല. ടൈറ്റിൽ വിലയ്ക്ക് വാങ്ങുന്നു. പട്ടിയാലയിലെ മഹാരാജാവ്, ജോധ്പൂരിലെ, ബിക്കാനീറിലെ മഹാരാജാവ് പേര് സ്വീകരിക്കുന്നുവല്ലോ. ഈ പേര് അവിനാശിയായി തുടർന്നു വരുന്നു. മുൻപ് പവിത്ര മഹാരാജാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ അപവിത്ര മഹാരാജാക്കന്മാരാണ്. വാക്ക് തുടർന്നു വരുന്നു. ഈ ലക്ഷ്മി നാരായണനെ കുറിച്ച് പറയും, ഇവർ സത്യയുഗത്തിലെ അധികാരിയായിരുന്നു. ആരാണ് രാജ്യം നേടിയെടുത്തത്? ഇപ്പോൾ നിങ്ങൾക്കറിയാം രാജ്യത്തിൻ്റെ സ്ഥാപന എങ്ങനെ നടക്കുന്നു എന്ന്.
ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ ഇപ്പോൾ പഠിപ്പിക്കുന്നു 21 ജന്മങ്ങളിലേക്ക് വേണ്ടി. അവരാണെങ്കിൽ പഠിച്ച് ഈ ജന്മത്തിൽ തന്നെ ബാരിസ്റ്ററും മറ്റുമാകുന്നു. നിങ്ങളിപ്പോൾ പഠിച്ച് ഭാവിയിലെ മഹാരാജാവും മഹാറാണിയും ആകുന്നു. ഡ്രാമ പ്ലാൻ അനുസരിച്ച് പുതിയ ലോകത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പഴയ ലോകമാണ്. എത്ര തന്നെ നല്ല നല്ല വലിയ കൊട്ടാരങ്ങളുണ്ടെങ്കിലും വജ്രവൈഡൂര്യങ്ങളുടെ കൊട്ടാരം നിർമ്മിക്കുന്നതിന് ആരിലും ശക്തിയില്ല. സത്യയുഗത്തിൽ ഈ വജ്രവൈഡൂര്യങ്ങളുടെ കൊട്ടാരങ്ങളെല്ലാം നിർമ്മിക്കുന്നുവല്ലോ. നിർമ്മിക്കുന്നതിന് കാലതാമസമൊന്നും ഉണ്ടാകുന്നില്ല. ഇവിടെയും എർത്ത് ക്വേക്കും മറ്റും ഉണ്ടാകുമ്പോൾ കൈപ്പണിക്കാരെ ഉപയോഗിക്കുന്നു. 1-2 വർഷത്തിനുള്ളിൽ മുഴുവൻ പട്ടണവും പടുത്തുയർത്തുന്നു. ന്യൂഡൽഹി ഉണ്ടാക്കുന്നതിന് ഏതാണ്ട് 8-10 വർഷമെടുത്തു. എന്നാൽ ഇവിടെയുള്ള ലേബറും അവിടെയുള്ള ലേബേഴ്സും തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കുമല്ലോ. ഇക്കാലത്ത് പുതിയ പുതിയ ഇൻവെൻഷനും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. കെട്ടിടം നിർമ്മിക്കുന്നതിൽ സയൻസിൻ്റെയും ബലമുണ്ട്. എല്ലാം തയ്യാറായത് ലഭിക്കുന്നു. ഉടൻ ഫ്ലാറ്റ് തയ്യാറാകുന്നു. വളരെ വേഗം തയ്യാറാകുന്നു. അപ്പോൾ ഇതെല്ലാം അവിടെ ഉപയോഗത്തിൽ വരുന്നുവല്ലോ. ഇതെല്ലാം കൂടെ വരേണ്ടതുണ്ട്. സംസ്കാരം ഉണ്ടായിരിക്കുന്നുവല്ലോ. ഈ സയൻസിൻ്റെ സംസ്കാരവും കൂടെ വരും. ഇപ്പോൾ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. പാവനമാകണമെങ്കിൽ ബാബയെ ഓർമ്മിക്കൂ. ബാബയും ഗുഡ് മോർണിംഗ് പറഞ്ഞ ശേഷം ശിക്ഷണം നൽകുന്നു. കുട്ടികൾ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുകയാണോ? നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ബാബയെ ഓർമ്മിക്കൂ. കാരണം ജന്മജന്മാന്തരങ്ങളിലെ ഭാരം ശിരസിലുണ്ട്. ഏണിപ്പടി ഇറങ്ങി 84 ജന്മമെടുക്കുന്നു. ഇപ്പോൾ പിന്നെ ഒരു ജന്മത്തിൽ കയറുന്ന കല ഉണ്ടാകുന്നു. എത്രത്തോളം ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുമോ അത്രയും സന്തോഷവും ഉണ്ടാകും, ശക്തിയും ലഭിക്കും. മുമ്പിലുള്ള നമ്പറിൽ വയ്ക്കപ്പെടുന്ന ധാരാളം കുട്ടികളുണ്ട്. പക്ഷേ തീർത്തും ഓർമ്മയിൽ ഇരിക്കുന്നതേയില്ല. ജ്ഞാനത്തിൽ തീവ്രമാണ്, പക്ഷേ ഓർമ്മയുടെ യാത്രയിൽ അല്ല. ബാബ കുട്ടികളുടെ മഹിമ ചെയ്യുന്നു. ഇദ്ദേഹവും നമ്പർ 1-ലാണ്. അപ്പോൾ തീർച്ചയായും പ്രയത്നവും ചെയ്യുന്നുണ്ടാകുമല്ലോ. നിങ്ങൾ എല്ലായ്പ്പോഴും മനസ്സിലാക്കൂ, ശിവ് ബാബയാണ് മനസ്സിലാക്കിക്കുന്നത്. അപ്പോൾ ബുദ്ധിയോഗം അവിടെ ചേർന്നിരിക്കും. ഇദ്ദേഹവും പഠിക്കുന്നുണ്ടാകുമല്ലോ. എന്നിരുന്നാലും പറയുന്നു, ബാബയെ ഓർമ്മിക്കൂ. ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനായി ചിത്രങ്ങളുണ്ട്. ഭഗവാൻ എന്ന് പറയുന്നത് തന്നെ നിരാകാരനെയാണ്. ആ ഒന്ന് വന്ന് ശരീരം ധാരണ ചെയ്യുന്നു. ഒരു ഭഗവാന്റെ കുട്ടികളായ എല്ലാ ആത്മാക്കളും സഹോദരന്മാരാണ്. ഇപ്പോൾ ഈ ശരീരത്തിൽ വിരാജിക്കുന്നു. എല്ലാവരും അകാലമൂർത്തിയാണ്. ഇത് അകാലമൂർത്തിയായ ആത്മാവിൻ്റെ സിംഹാസനമാണ്. അകാല സിംഹാസനം മറ്റേതെങ്കിലും പ്രത്യേക വസ്തുവല്ല. ഈ സിംഹാസനം അകാലമൂർത്തിയുടേതാണ്. ഭൃഗുടിയുടെ മധ്യത്തിൽ ആത്മാവ് വിരാജിക്കുന്നു. ഇതിനെ അകാല സിംഹാസനം എന്ന് പറയുന്നു. അകാല സിംഹാസനം അകാലമൂർത്തിയുടേതാണ്. ആത്മാക്കളെല്ലാം അകാലമാണ്. എത്ര അതിസൂക്ഷ്മമാണ്. ബാബയാണെങ്കിൽ നിരാകാരമാണ്. ആ ഒന്ന് തൻ്റെ സിംഹാസനം എവിടെ നിന്നും കൊണ്ടുവരും? ബാബ പറയുന്നു, ഇത് എൻ്റെയും സിംഹാസനമാണ്. ഞാൻ വന്ന് ഈ സിംഹാസനത്തെ ലോൺ എടുക്കുന്നു. ബ്രഹ്മാവിൻ്റെ സാധാരണ വൃദ്ധ ശരീരത്തിൽ അകാല സിംഹാസനത്തിൽ വന്ന് ഇരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു, എല്ലാ ആത്മാക്കളുടെയും സിംഹാസനമാണ് ഇത്. മനുഷ്യരുടെ കാര്യം തന്നെയാണ് പറയുന്നത്, മൃഗങ്ങളുടെ കാര്യമല്ല. ആദ്യം മൃഗങ്ങളെക്കാൾ മോശമായ മനുഷ്യർ നന്നാകണം. ആരെങ്കിലും മൃഗങ്ങളുടെ കാര്യം ചോദിച്ചാൽ പറയൂ, ആദ്യം സ്വയം തന്നെ നന്നാക്കൂ. സത്യയുഗത്തിലാണെങ്കിൽ മൃഗങ്ങൾ പോലും വളരെ നല്ല ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. ചപ്പുചവറുകളോ മറ്റോ ഉണ്ടായിരിക്കില്ല. കിങ്ങിൻ്റെ കൊട്ടാരത്തിൽ പ്രാവുകളുടെ കാഷ്ടവും മറ്റും ഉണ്ടെങ്കിൽ ശിക്ഷ വിധിക്കുക. അല്പം പോലും മാലിന്യം പാടില്ല. അവിടെ വലിയ ജാഗ്രത ഉണ്ടായിരിക്കും.
ഏതെങ്കിലും മൃഗത്തിനോ മറ്റോ അകത്ത് കടക്കാൻ കഴിയാത്ത വിധം കാവൽ നിൽക്കുന്നു. വളരെയധികം ശുചിത്വമുണ്ടായിരിക്കും. ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിലും എത്ര ശുചിത്വം ആണുള്ളത്. ശങ്കർ പാർവതിയുടെ ക്ഷേത്രത്തിൽ പ്രാവിനെയും കാണിക്കുന്നു. അപ്പോൾ തീർച്ചയായും ക്ഷേത്രത്തെയും മോശമാക്കുന്നുണ്ടാകും. ശാസ്ത്രങ്ങളിലാണെങ്കിൽ ധാരാളം കെട്ടുകഥകൾ എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. അതിലും ധാരണ ചെയ്യുവാൻ സാധിക്കുന്നവർ കുറച്ചേ ഉള്ളൂ. ബാബ കുട്ടികൾക്ക് എത്ര സ്നേഹത്തോടെ മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികളെ വളരെ വളരെ മധുരമാകൂ. വായിൽ നിന്നും സദാ രത്നങ്ങൾ വന്നുകൊണ്ടിരിക്കട്ടെ. നിങ്ങൾ രൂപ് ബസന്താണ്. നിങ്ങളുടെ വായിൽ നിന്നും കല്ലുകൾ വരാൻ പാടില്ലാത്തതാണ്. ആത്മാവിന് തന്നെയാണ് മഹിമയുള്ളത്. ആത്മാവാണ് പറയുന്നത്, ഞാൻ പ്രസിഡൻ്റാണ്, ഇന്നയാളാണ്, എൻ്റെ ശരീരത്തിൻ്റെ പേര് ഇതാണ്. ശരി, ആത്മാക്കൾ ആരുടെ കുട്ടികളാണ്? ഒരു പരമാത്മാവിൻ്റെ. അപ്പോൾ തീർച്ചയായും ആ ഒന്നിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നുണ്ടാകും. പിന്നെ ആ ഒന്ന് സർവവ്യാപിയാവുക എങ്ങനെ സാധ്യമാകും? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളും മുൻപ് ഒന്നും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ബുദ്ധി എത്ര തുറന്നിരിക്കുകയാണ്. നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും മനസ്സിലാക്കും, ഇതെല്ലാം അസത്യമായ ചിത്രങ്ങളാണ്. 10 കൈകളുള്ളതും ആനയുടെ തുമ്പിക്കൈ ഉള്ളതുമായ ഏതെങ്കിലും ചിത്രം ഉണ്ടായിരിക്കുമോ? ഇതെല്ലാം ഭക്തിമാർഗത്തിൻ്റെ സാമഗ്രിയാണ്. വാസ്തവത്തിൽ ഭക്തി ഉണ്ടായിരിക്കേണ്ടത് ഒരു ശിവ് ബാബയുടേതാണ്. ആ ഒന്ന് സർവരുടെയും സദ്ഗതി ദാതാവാണ്. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, ഈ ലക്ഷ്മി നാരായണനും 84 ജന്മമെടുക്കുന്നു. പിന്നെ ഉയർന്നതിലും ഉയർന്ന ബാബ തന്നെയാണ് വന്ന് എല്ലാവർക്കും സദ്ഗതി നൽകുന്നത്. ആ ഒന്നിനേക്കാൾ വലിയ ആരുമില്ല. ഈ ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളിലുള്ളവർക്കും നമ്പർ അനുസരിച്ചാണ് ധാരണ ചെയ്യുവാൻ സാധിക്കുന്നത്. ധാരണ ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തുപയോഗമാണുള്ളത്? ചിലരാണെങ്കിൽ അന്ധൻ്റെ ഊന്നുവടിയാകുന്നതിന് പകരം അന്ധനായി മാറുന്നു. പാൽ തരാത്ത പശുവിനെ ഗോശാലയിൽ വയ്ക്കുന്നു. ഇവർക്കും ജ്ഞാനത്തിൻ്റെ പാൽ നൽകാൻ സാധിക്കുന്നില്ല. ധാരാളം പേരുണ്ട്, അവർ ഒരു പുരുഷാർത്ഥവും ചെയ്യുന്നില്ല. നമ്മൾ ഒരൽപ്പം ആരുടെയെങ്കിലും മംഗളം ചെയ്യണം എന്ന് വിചാരിക്കുന്നതേയില്ല. തൻ്റെ ഭാഗ്യത്തിൻ്റെ ചിന്തയേയില്ല. എന്ത് ലഭിച്ചുവോ അത് നല്ലത് എന്നത് മാത്രം. ബാബ പറയും, ഇവരുടെ ഭാഗ്യത്തിലില്ല. തൻ്റെ സദ്ഗതിക്ക് വേണ്ടിയുള്ള പുരുഷാർത്ഥം ചെയ്യേണ്ടത് ആവശ്യമാണ്. ദേഹി അഭിമാനിയാകണം. ബാബ എത്ര ഉയർന്നതിലും ഉയർന്നതാണ്. വരുന്നതും നോക്കൂ, എത്ര പതീത ലോകത്തിൽ പതീത ശരീരത്തിലാണ്. ആ ഒന്നിനെ വിളിക്കുന്നത് തന്നെ പതീത ലോകത്തിലാണ്. എപ്പോഴാണോ രാവണൻ ദുഃഖം നൽകുന്നത്, അപ്പോൾ തീർത്തും ഭ്രഷ്ടമാക്കുന്നു. അപ്പോൾ ബാബ വന്ന് ശ്രേഷ്ഠമാക്കുന്നു. ആരാണോ നല്ല പുരുഷാർത്ഥം ചെയ്യുന്നത്, അവർ രാജാവും റാണിയുമാകുന്നു. ആര് പുരുഷാർത്ഥം ചെയ്യുന്നില്ലയോ, അവർ ദരിദ്രരാകുന്നു. ഭാഗ്യത്തിലില്ലെങ്കിൽ പുരുഷാർത്ഥം ചെയ്യുവാൻ സാധിക്കില്ല. ചിലരാണെങ്കിൽ വളരെ നല്ല ഭാഗ്യമുണ്ടാക്കുന്നു. ഓരോരുത്തർക്കും സ്വയം നോക്കുവാൻ സാധിക്കും നമ്മൾ എന്ത് സർവീസാണ് ചെയ്യുന്നതെന്ന്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. രൂപ് ബസന്ത് ആയി വായിൽ നിന്നും സദാ രത്നങ്ങൾ പുറപ്പെടുവിക്കണം. വളരെ വളരെ മധുരമാകണം. ഒരിക്കലും കല്ലുകൾ അഥവാ കടുത്ത വാക്കുകൾ പുറപ്പെടുവിക്കരുത്. ജ്ഞാനത്തിലും യോഗത്തിലും തീവ്രമായി തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യണം. തൻ്റെ ഉയർന്ന ഭാഗ്യമുണ്ടാക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. അന്ധരുടെ ഊന്നുവടിയാകണം. വരദാനം. സന്തുഷ്ടതയിലൂടെ സർവരിൽ നിന്നും പ്രശംസ പ്രാപ്തമാക്കുന്ന സദാ പ്രസന്ന ചിത്തരായി ഭവിക്കട്ടെ.
സന്തുഷ്ടതയുടെ അടയാളമായി പ്രത്യക്ഷ രൂപത്തിൽ പ്രസന്നത കാണപ്പെടും. ആരാണോ സദാ സന്തുഷ്ടം അഥവാ പ്രസന്നം ആയിരിക്കുന്നത് അവരെ ഓരോരുത്തരും തീർച്ചയായും പ്രശംസിക്കും. അപ്പോൾ പ്രശംസ പ്രസന്നതയിലൂടെ തന്നെയാണ് പ്രാപ്തമാക്കാൻ സാധിക്കുന്നത്. അതിനാൽ സദാ സന്തുഷ്ടവും പ്രസന്നവുമായി ഇരിക്കുന്നതിൻ്റെ വിശേഷ വരദാനം സ്വയവും എടുക്കൂ, മറ്റുള്ളവർക്കും നൽകൂ. കാരണം ഈ യജ്ഞത്തിൻ്റെ അന്തിമ ആഹുതിയാണ് സർവ ബ്രാഹ്മണരുടെയും സദാ പ്രസന്നത. എപ്പോഴാണോ എല്ലാവരും സദാ പ്രസന്നമായിരിക്കുന്നത് അപ്പോൾ പ്രത്യക്ഷതയുടെ ശബ്ദം മുഴങ്ങും, അതായത് വിജയത്തിൻ്റെ കൊടി പാറിക്കും. സ്ലോഗൻ: ഡയമണ്ടായി ഡയമണ്ട് ആകുന്നതിൻ്റെ മെസ്സേജ് നൽകുന്നത് തന്നെയാണ് ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുക എന്നത്. അവ്യക്ത സൂചന: ഏകാന്ത പ്രിയരാകൂ, ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. ഏകാന്തവാസിയാവുക എന്നാൽ 4 ഭാഗത്തുമുള്ള വൈബ്രേഷനിൽ നിന്നും ഉപരി പോവുക എന്നർത്ഥം. ചിലർ ഇങ്ങനെയുണ്ട്, അവർക്ക് ഏകാന്തത ഇഷ്ടപ്പെടുന്നില്ല. സംഘടനയിൽ ഇരിക്കുന്നത്, ചിരിക്കുന്നത്, സംസാരിക്കുന്നത് കൂടുതൽ ഇഷ്ടം തോന്നുന്നു. എന്നാൽ ഇതായി ബഹിർമുഖതയിൽ വരിക എന്നത്. ഇപ്പോൾ സ്വയം തന്നെ ഏകാന്തവാസിയാക്കൂ, അതായത് സർവ ആകർഷണങ്ങളുടെയും വൈബ്രേഷനിൽ നിന്നും അന്തർമുഖമാകൂ. ഇപ്പോൾ ഈ അഭ്യാസം ഉപയോഗത്തിൽ വരുന്ന സമയം വന്നുകൊണ്ടിരിക്കുന്നു. അഥവാ പുറമേയുള്ള ആകർഷണത്തിന് വശംവദരാകുന്നതിൻ്റെ അഭ്യാസം ഉണ്ടായിരിക്കുകയാണെങ്കിൽ സമയത്തിന് ചതിക്കപ്പെടും. ഓം ശാന്തി. മനസ്സ സേവനത്തിൻ്റെ അഭ്യാസം. പരമധാമത്തിൽ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സ്ഥിതി ശക്തിശാലിയാകും. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. പരമധാമത്തിൽ ഈ ഉയർന്ന സ്ഥിതിയിലിരുന്ന് വിശ്വത്തിലേക്ക് ലൈറ്റും മൈറ്റും വ്യാപിപ്പിക്കുകയാണ്. പല പല സമസ്യകളുടെ ബന്ധനത്തിൽ അവയുടെ വിഘ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആത്മാക്കളെ എനിക്ക് സമസ്യകളിൽ നിന്നും വിഘ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കേണ്ടതുണ്ട്. ആ ആത്മാക്കൾക്ക് സഹയോഗം നൽകുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ അന്തർവാഹക ശരീരത്തിലൂടെ വിശ്വത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. എന്നിൽ നിന്നും പ്രവഹിക്കുന്ന ഈശ്വരീയ ശക്തി ആ ആത്മാക്കളെ പതിക്കട്ടെ. അവരുടെ സമസ്യകൾ പരിഹരിക്കപ്പെടട്ടെ.
ഈ ശുഭഭാവനയോടെ, ശുഭകാമനയോടെ, ശുദ്ധ വൈബ്രേഷൻ അവരിലെ വ്യർത്ഥവും ദുർബലവുമായ സങ്കല്പങ്ങളെ പരിവർത്തനപ്പെടുത്തട്ടെ. ഈ ശുദ്ധ വൈബ്രേഷൻ അവരിൽ പതിക്കുമ്പോൾ അവർക്ക് ശ്രേഷ്ഠ ആത്മാവാകണമെന്നുള്ള ഒരു അലൗകിക പ്രേരണ അവരുടെ ഉള്ളിൽ നിന്നും ഉണർന്നു വരികയാണ്. ഈ അലൗകിക ഈശ്വരീയ ശക്തി ആ ആത്മാക്കളിൽ നിറയുമ്പോൾ അവർ പ്രസന്നചിത്തരായി മാറും.